കിയ ഒരുപാട് വണ്ടികൾ വിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ആളുകൾക്ക്. പുറത്തുനിന്ന് വന്നതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി ഞാൻ പണ്ടുണ്ടായിരുന്ന മാരുതി കഴിഞ്ഞാൽ പിന്നെ ഹുണ്ടായി കിയ ആ സെക്ടറാണ്. അത് രണ്ടുപേരും സെയിം ഗ്രൂപ്പാണ്, ഹുണ്ടായി കിയ. മാരുതി ആണെന്ന് പറഞ്ഞാൽ 50% മാർക്കറ്റ് ഇന്ത്യയിൽ, 50 ഇല്ല, ഇപ്പോൾ 48 ഒക്കെ ആയിരുന്നു. മാർക്കറ്റ് ഷെയർ ഡൗൺ ആയിട്ടുണ്ട് പണ്ടത്തെ കാലം. മാരുതി എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കിയാണ് ഇപ്പോൾ. അത് സുസുക്കിയുടെ പ്രോഡക്റ്റാണ്, ഇന്ത്യയിൽ ഇറങ്ങുന്നതിനാണ് മാരുതി സുസുക്കി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഫുള്ളി ഓൺഡ് ബൈ സുസുക്കിയാണ്. പണ്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് 50% ഷെയർ ഉണ്ടാകും. പിന്നെ ഇന്ത്യൻ കമ്പനികൾ സക്സസ്ഫുൾ ആയത് ടാറ്റ, മഹീന്ദ്ര, അതൊക്കെ ഇപ്പോൾ ഒരു ലാസ്റ്റ് 3-4 ഇയേഴ്സ് നന്നായിട്ട് മേപ്പോട്ട് വന്നിട്ടുണ്ട്, ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഏറ്റവും ലാർജസ്റ്റ് സെല്ലിങ് മാരുതി സുസുക്കി തന്നെയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഹുണ്ടായി കിയ സെക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സെല്ലിങ് എനിക്ക് തോന്നുന്നത് ഇവരാന്ന് എനിക്ക് തോന്നുന്നത്. ഈ ടാറ്റയാണ് മൂന്നാമത്തെ സെല്ലിങ്. 4 മഹീന്ദ്ര, എനിക്ക് തോന്നുന്നു 5 ടൊയോട്ടയാണോ സംശയമുണ്ട് ലാർജസ്റ്റ് സെല്ലിങ് കാറുകൾ. പിന്നീട് പലതും വരും. ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ഏതാണ്, പിന്നെ പണ്ട് ഹോണ്ടയായിരുന്നു, ഇപ്പോൾ ഹോണ്ടയ്ക്ക് സെയിൽസ് കുറഞ്ഞുണ്ടെന്ന്. 6 വരുന്നത് ഒന്നാണ്ടിരുന്നത്. പിന്നെ പലതും വരും. പിന്നെയുള്ള വണ്ടികളൊക്കെ സെയിൽസ് കുറവാണ്. വോക്സ് വാഗൺ ഉണ്ട്, റിനോൾട്ട് ഉണ്ട്, നിസാൻ റിനോൾട്ട് ഉണ്ട്, വോക്സ് വാഗൺ ഉണ്ട്, കോമൺമാൻസ് കാറിൽ. പിന്നെ ബെൻസ് BMW ഓടിയത്, ജഗ്വാർ, ലാൻഡ് റോവറൊക്കെ എൻ്റയർലി ഡിഫറൻറ്റ് സെക്ഷനാണ്. പോർഷ് അതൊക്കെ എൻ്റയർലി ഡിഫറൻറ്റ്. അത് ഒരു വലിയ ഹൈ അപ്പർ മിഡിൽ ക്ലാസ്സിന് പറ്റുന്ന വണ്ടികളതല്ല.